അത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ടാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. അപ്പോൾ 3 സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാരീസിലെ ബാസ്റ്റൺ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ എല്ലാം ഒന്ന് നോക്കണം. അതിനകത്ത് ചിലത് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം. പാരീസിലെ ബാസ്റ്റൺ കോട്ടയുടെ പതനം. അപ്പോൾ ഒന്നാമത്തെ ഒന്ന് എടുക്കാം. ഈ ബാസ്റ്റൺ കോട്ട അല്ലേ, പാരീസിലെ ബാസ്റ്റൺ കോട്ട. ഈ ബാസ്റ്റൺ കോട്ട എന്നൊക്കെ പറയുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ബാസ്റ്റൺ കോട്ടയുടെ പതനം. ബാസ്റ്റൺ കോട്ടയുടെ പതനം നടന്നത് എന്നാണ്? അത് 1789 ജൂലൈ 14 കേട്ടോ. 1789 ജൂലൈ 14 ബാസ്റ്റൺ കോട്ട തകർക്കപ്പെട്ടത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്നാണ്? 1789. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തെ അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തെ ആണ് എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമായിരുന്നു, ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ആരായിരുന്നു? ലൂയി 16 ലൂയി 16 കുപ്രസിദ്ധയായ ഭാര്യയായിരുന്നു ആര്? മേരി അന്റോയിനേറ്റ്. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മേരി അന്റോയിനേറ്റിനെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? അത് റൂസോയാണ് കേട്ടോ. റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. പിന്നെ റൂസോയുടെ ഒരു പ്രശസ്തമായ കൃതിയുണ്ട്, അതാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ആരുടെയാണ്? അത് റൂസോയുടെയാണ്. റൂസോയുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ഒരു പുസ്തകമാണ് എമിലി. ഓക്കെ, എമിലി എന്ന് പറയുന്ന ടെക്സ്റ്റ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് ആരൊക്കെ? ഒന്നാമത്തെ ആളാണ് റൂസോ, പിന്നെയാണ് വോൾട്ടയർ. ഓക്കെ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഓക്കെ, മോണ്ടസ്ക്യൂ ഇവരൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകരായിട്ട് അറിയപ്പെടുന്നു. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുകയാണെങ്കിൽ ബാസ്റ്റൺ, നമ്മൾ പറഞ്ഞത് ബാസ്റ്റൺ കോട്ടയുടെ പതനമാണ് അല്ലേ. അപ്പോൾ 1789 ജൂലൈ 14 ബാസ്റ്റൺ കോട്ട തകർക്കപ്പെട്ടത്. ഈ ജൂലൈ 14 വേറൊരു പ്രത്യേകതയുണ്ട്. അന്ന് തന്നെയാണ് ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 14 കേട്ടോ. പിന്നെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യമാണ്, ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം ഉണ്ടായിരുന്നു. ആയുധത്തിൻ്റെ പേരെന്തായിരുന്നു? ഗില്ലറ്റിൻ എന്നായിരുന്നു കേട്ടോ. ഗില്ലറ്റിൻ എന്നായിരുന്നു ആയുധത്തിൻ്റെ പേര്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയം ഫ്രഞ്ച് വിപ്ലവമാണ് സംഭാവന ചെയ്തത് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം സംഭാവന ചെയ്ത ആശയമാണ് സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഒരു ടവറുണ്ട്, അതാണ് ഈഫൽ ടവർ. ഓക്കെ, ഈഫൽ ടവർ. ഇനി ഫ്രഞ്ച് വിപ്ലവമായിട്ട് പറയുന്ന മറ്റു പോയിന്റാണ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതോ ലൂയി 15. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ ഈ പോയിന്റുകളും കൂടെ മിക്കവാറും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ആരായിരുന്നു? അത് ലൂയി 16 വൈഫിൻ്റെ പേരാണ് മേരി അന്റോയിനറ്റ്. ഓക്കെ, അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ പതനം 1789 ജൂലൈ 14 നടന്നത്. ക്ലിയർ ആയേ? അപ്പോൾ ഇത്രയും ഫ്രഞ്ച് വിപ്ലവമായിട്ട് നടന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ഒരെണ്ണമുണ്ട്, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ഫ്രഞ്ച് വിപ്ലവമായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ കേട്ടോ. ടെന്നീസ് കോട്ട് പ്രതിജ്ഞയും അത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് നടന്ന ഒരു സംഭവമാണ്. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ഈ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നത് എന്നാണെന്ന്, ഏത് ദിവസമാണെന്ന് ചിലപ്പം ചോദിക്കും. അത് 1789 ജൂൺ 20 കേട്ടോ. ജൂൺ 20 ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നത്. ജൂലൈ 14 ബാസ്റ്റൺ കോട്ടയുടെ പതനവും നടന്നു. ഓക്കെ, ജൂൺ 20 ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നു. ജൂലൈ 14 ബാസ്റ്റൺ കോട്ടയുടെ പതനം. അപ്പോൾ ഇത്രയും ആണ് ഫ്രഞ്ച് വിപ്ലവമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് പോയിന്റുകൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതാണ്? അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ അമേരിക്കൻ വിപ്ലവവുമായിട്ട് പറയുവാണെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് മുദ്രാവാക്യം അത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ.
അതുപോലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം അതെന്താണ്? അത് 1776 ജൂലൈ 4-നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം ദേശീയ ദിനമായിട്ട് ആചരിച്ചത് 1789 ജൂലൈ 14-നാണെങ്കിൽ അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4-നായിരുന്നു കേട്ടോ. 1776 ജൂലൈ 4-നാണ് ഫ്രഞ്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഓക്കെ ആണേ. ഇനി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപന രൂപരേഖ തയ്യാറാക്കിയത് ആരായിരുന്നു? അത് തോമസ് ജെഫേഴ്സനാണ് കേട്ടോ. തോമസ് ജെഫേഴ്സനാണ്. ഇനി അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് സ്റ്റാമ്പ് നിയമം. ഓക്കെ, ഈ സ്റ്റാമ്പ് നിയമം ആവർത്തിച്ച് പല പരീക്ഷകളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്റ്റാമ്പ് നിയമം എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നടന്നത് എന്നാണ്? 1765-ലാണ് കേട്ടോ. 1765-ലാണ് സ്റ്റാമ്പ് നിയമം നടന്നത്. 1776-ലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ 1765 സ്റ്റാമ്പ് നിയമം പാസ്സാക്കി. 1767 ടൗൺഷൻ നിയമം പാസ്സാക്കി. ഈ ടൗൺഷൻ നിയമം അത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ടൗൺഷൻ നിയമം. ഓക്കെ, ടൗൺഷൻ നിയമം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൗൺഷൻ നിയമം. അത് പാസ്സാക്കിയ വർഷം എന്നാണ്? 1767-ലാണ് ടൗൺഷൻ നിയമം പാസ്സാക്കിയത്. ഓക്കെ, 1767-ലാണ് ടൗൺഷൻ നിയമം പാസ്സാക്കിയത്. ഈ സ്റ്റാമ്പ് നിയമം വന്നു, അതിനുശേഷം ടൗൺഷൻ നിയമം വന്നു. സ്റ്റാമ്പ് നിയമം വന്നത് 1765, ടൗൺഷൻ നിയമം വരുന്നത് 1767. അതിനുശേഷം 1773-ലാണ് എന്ത്? നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് എന്നാണ്? 1773 നടക്കുന്ന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773-ലാണ്. ക്ലിയറായേ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് 1776 ആണ്. ഇത്രയാണ് നമ്മുടെ അമേരിക്കൻ വിപ്ലവമായിട്ട് ഒന്ന് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, സ്വാതന്ത്ര്യം പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടനയും നമ്മുടെ അമേരിക്കയ്ക്കാണ് കേട്ടോ. അമേരിക്കയ്ക്കാണ്. ഓക്കെ, ഇനി ഫ്രഞ്ചിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ്. അപ്പോൾ ഇത് നമ്മൾ വർഷം നോക്കുവാണെങ്കിൽ 2 കഴിഞ്ഞിട്ടാണ് എപ്പോഴും 1 വരേണ്ടത്. ഓക്കെ, ബാസ്റ്റിൻ കോട്ട തകർത്തത് 1789-ലാണല്ലോ. 1789. ഓക്കെ, സോ ഓപ്ഷൻ വരേണ്ടത് ആദ്യം എപ്പോഴായാലും 2 ആണ് വരേണ്ടത്. 2-ന് ശേഷം അല്ലെങ്കിൽ 213 എന്നുള്ള ഓപ്ഷന് ആയിരുന്നു ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 312 എന്നാണ്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വർഷം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1789-ലാണ്. നമ്മളിപ്പോൾ മനസ്സിലായില്ല, റിലേറ്റഡ് ഫാക്ട് മാത്രമേ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഓക്കെ, പാരീസിലെ ബാസ്റ്റിൻ ടോട്ടയുടെ പതനം നടന്ന 1789, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. ഓക്കെ, 1789 തന്നെയാണ് ഫ്രഞ്ചിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അത് 1789 കാലഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ട പോയിന്റുകൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പറയുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധമാണ് കേട്ടോ. കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. ഈ നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാർ തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ഓക്കെ, ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് നോക്കാം. ഓക്കെ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം നോക്കുവാണെങ്കിൽ അത് 1741-ലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721-ലാണ്. 1721-ലാണ് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി കുറിച്യ കലാപം നടക്കുന്നത് 1812-ലും ഉദയംപേരൂർ സൂനഹദോസ് എന്നാണ്? അത് 1599-ലുമാണ്. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, കുറിച്യർ കലാപം, ഉദയംപേരൂർ സൂനഹദോസ് നടക്കുന്ന വർഷം 1599. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന 1721.
കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741, കുറിച്യർ കലാപം നടക്കുന്നത് 1812. ഇത് ചോദ്യം എന്ന് പറയുന്നത് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട സംഭവം, അത് കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സംഭവങ്ങളും വർഷങ്ങളും കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വർഷം എന്നായിരുന്നു? 1695 അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചത്. തൃപ്പടിദാനം നടക്കുന്നത് 1750 തൃപ്പടിദാനം നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നാം പഴശ്ശി കലാപം അതെന്താണ്? 1793-97 കാലഘട്ടത്തിൽ ഒന്നാം പഴശ്ശി കലാപവും 1800-85 കാലഘട്ടത്തിൽ രണ്ടാം പഴശ്ശി കലാപവും നടക്കുന്നു. പിന്നെ ചാന്നാർ ലഹള നടക്കുന്നത് 1859 ചാന്നാർ ലഹള നടക്കുന്നത്. 1859 ചാന്നാർ ലഹള നടക്കുന്നത്. പിന്നെ അടുത്ത വർഷമാണ് നോക്കുവാണെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ. ഇതിനിടയ്ക്ക് ഒരു സംഭവം നമ്മൾ ഓർത്തിരിക്കുക. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയും നടത്തി. അതിനുശേഷം 91 മലയാളി മെമ്മോറിയൽ, 96 ഈഴവ മെമ്മോറിയൽ. പിന്നെ SNDP സ്ഥാപിതമായ വർഷം 1903 SNDPയും 1994 ശ്രീമൂലം പ്രജാസഭയും സ്ഥാപിതമായി. 914 NSS രൂപീകരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം 917 നോക്കുവാണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 917. അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചതും 917. പിന്നെ 1920 പ്രത്യേകത എന്തുവാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 1921 നോക്കുവാണെങ്കിൽ മലബാർ ലഹള, വാഗൺ ട്രാജഡി ഇതൊക്കെ നടക്കുന്നത് 1924. അതുപോലെ തന്നെ T പ്രകാശൻ്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ കേരള സംസ്ഥാന കോൺഗ്രസ് എവിടെ വെച്ച്? ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നതും 1921. അതിനുശേഷം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 925 അതിനുശേഷം 925 ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം നടന്നു. 927 മൂന്നാമത്തെ സന്ദർശനം നടന്നു. 1930 പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. 32 നിവർത്തന പ്രക്ഷോഭം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ വൈദ്യുതി സമരവും നടക്കുന്നത് 36 കേട്ടോ. പിന്നെ 41 എന്ത്? കയ്യൂർ സമരം നടക്കുന്നത്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. 1959 വിമോചന സമരവും. ഓക്കെ, വിമോചന സമരം. 1963 തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുകയുണ്ടായി ആണല്ലോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ PSCയിൽ വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട സംഭവം ഏതെന്നാണ്. അത് കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇനി തന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ വർഷങ്ങൾ എടുത്തുവാണെങ്കിൽ ഉദയംപേരൂർ സൂനഹദോസ് വർഷം നടന്നത് 1599. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ 1695 എന്ത്? അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച് 1695 അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചു. അതിനുശേഷം 1721 ആറ്റിങ്ങൽ കലാപം നടന്നു. 41 കുളച്ചൽ യുദ്ധം നടന്നു. 50 തൃപ്പടിദാനം നടക്കുന്നു. അതിനുശേഷം 93-97 കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി കലാപം. 800-805 കാലഘട്ടത്തിൽ രണ്ടാം പഴശ്ശി കലാപം. 1812 കുറിച്യർ കലാപം. ഓക്കെ, 1859 ചാന്നാർ ലഹള. 65 പണ്ടാരപ്പാട്ട വിളംബരം. 888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. 891 മലയാളി മെമ്മോറിയൽ. 896 ഈഴവ മെമ്മോറിയൽ. 1903 SNDP സ്ഥാപിതമായി. 904 ശ്രീമൂലം പ്രജാസഭ. 914 NSS. 917 ചമ്പാരൻ സത്യാഗ്രഹം. 1920 ആദ്യത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം. 21 മലബാർ ലഹള, വാഗൺ ട്രാജഡി, അതുപോലെ തന്നെ ആദ്യത്തെ T പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നത് 1921. 924 വൈക്കം സത്യാഗ്രഹം. 25 രണ്ടാം ഗാന്ധിജിയുടെ സന്ദർശനം. 927 എന്താ മൂന്നാം കേരള സന്ദർശനം. 30 പയ്യന്നൂർ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നു. 31 ഗുരുവായൂർ സത്യാഗ്രഹം. അതുപോലെ തന്നെ 31 തന്നെയാണ് യാചനയാത്ര. നമ്മുടെ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ യാചനയാത്ര നടക്കുന്നത് 31. 32 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. 34 ഇതിനിടയ്ക്ക് ഒരു വർഷം നോക്കാം. 34 ഗാന്ധിജി 4ാമത് കേരളം സന്ദർശിക്കുന്നു. 36 ക്ഷേത്രപ്രവേശന വിളംബരവും വൈദ്യുതി സമരവും നടക്കുന്നു.
പിന്നെ 41 കയ്യൂർ സമരം, 46 പുന്നപ്ര വയലാർ സമരം, 59 വിമോചന സമരം, 63 ആദ്യത്തെ റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുന്നു. അപ്പോൾ ഇത്രയും റിലേറ്റഡ് ഫാക്ട്സ്, ഈ 2 ക്വസ്റ്റ്യനും അതുമായിട്ട് പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.